കേരളത്തിലെ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളിൽ ഒരു 4-5 പേര് പറയേണ്ടി തന്നെ മുന്നോട്ട് പോകും. ബിഗ് ടി വി, റിപ്പോർട്ടർ, പിന്നെ കൈരളി, പിന്നെ അങ്ങനെയാണ്. കൈരളി പിന്നെ ഒരു ഇടതുപക്ഷ ചാനലാണ്. അത് കഴിഞ്ഞ് മാതൃഭൂമിയിലും ചില ആളുകൾ, 24-ൽ ചില ആളുകൾ, ഇങ്ങനെ ഒരു 4-5 ചാനലിൽ കുറേ പിള്ളേർ കയറിയിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേരെന്ന് പറഞ്ഞാൽ അത്ര പിള്ളേരല്ല, ഒരു കുറച്ച് പേര് കയറിയിട്ടുണ്ട്. 40-45 വയസ്സിന് താഴെയുള്ള ഒരു കുറേ സംഘങ്ങളുണ്ട്. എവരുടെ വിചാരം അതിൽ ശിവൻകുട്ടി അണ്ണൻ ജയിക്കൂലേ എന്ന് ചോദിച്ചാൽ അരുൺ മുതൽ എന്തൊരു വിളിയാണ്, ശിവൻകുട്ടി വാസവേണ്ണോ അണ്ണ എന്തൊരു ചെയ്യണമെന്നോ, അണ്ണൻ തോറ്റുപോയി എന്തൊരു ചെയ്യണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ എണ്ണം വരെ 8, 10, 15, ഒരു 15-20 മാധ്യമ പ്രവർത്തകർ, അത് ഫീൽഡിലുള്ള റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അവിടെ റൂമിലുള്ളവരുണ്ട്, സ്റ്റുഡിയോയിൽ ഒരു 20 പേര് ഈ പറഞ്ഞ ഒരു 4-5 ചാനലുകളിലും, പിന്നെ എല്ലാ ചാനലിലും 1-2 പേര് കാണും. എല്ലാം കൂടെ ഒരു 10-25 യുവ മാധ്യമ ചെറുപ്പക്കാർ മാപ്രകളുടെ മാമാപ്പണി ചെയ്യുന്നവരുണ്ട്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ മാമാപ്പണി ചെയ്യുന്നവരാണവർ. അവരുടെ മുഖത്തുള്ള അടിയാണ് അടിച്ചു കൊടുത്തത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലെ വളരെ കൃത്യമായി കുറ്റിച്ചൂലെടുത്ത് ജനങ്ങൾ ആ മാധ്യമങ്ങളുടെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ മുഖത്തടിച്ചിരിക്കുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കി സ്ഥാനാർത്ഥി ലിസ്റ്റുമൊക്കെ നമുക്ക് പറയാം, നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരായിട്ടുള്ള, എന്താണ് മീഡിയ പ്രവർത്തനമെന്നറിയാതെ, എന്താണ് മാധ്യമ പ്രവർത്തനമെന്നറിയാതെ, യാതൊരു സെൻസിബിലിറ്റി ഇല്ലാതെ ഓരോ നേതാക്കളുടെയും പിറകിൽ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി മണിയിൽ നിന്നുള്ള ബൈറ്റെടുക്കുക, മറ്റവരിൽ നിന്ന് ബൈറ്റെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി, കുത്തിത്തിരിപ്പിൻ്റെ രാഷ്ട്രീയത്തിലൂടെ വെള്ളാപ്പള്ളി നടേശൻ ഇനിയിപ്പോൾ എവിടെ പോകും? വനവാസത്തിന് പോകും. ആ വയസ്സായ മനുഷ്യനെ പോയി കുത്തി തിരികി ഓരോ നിമിഷവും പോയി ചോറണ്ടി അയാളുടെ വായിലും കോലിട്ട് കുത്തി വേണ്ട കുഴപ്പമുണ്ടാക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരുണ്ട്. നിങ്ങൾ ഇരുന്ന് ഹോംവർക്ക് ചെയ്യണം. നിങ്ങൾ കേരള മനസാക്ഷിയുടെ മുഖത്ത് നോക്കി 3ാം പിണറായി സർക്കാർ വരുമെന്ന് ആഘോഷിച്ചു. ഡോക്ടർ ബി അശോക് പറഞ്ഞതുപോലെ 10 കോടി രൂപ വീതമാണ് പ്രധാന ചാനലുകൾക്ക് കിട്ടിയത്. ഏറ്റവും ചെറിയ ചാനലിന് 2 കോടി രൂപയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 കോടി മുതൽ 10 കോടി വരെ 100 കോടി രൂപ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടി ചാനലുകൾക്ക്. അതും കൂടെ വച്ചുകൊണ്ട് നിങ്ങൾ വല്ലാത്ത സർവേ ന്യൂസുകൾ, ഈ 10ഓളം 12ഓളം സർവേകൾ, പിന്നെ ആക്സ്മ ഇന്ത്യ ഉൾപ്പെടെ 12ഓളം സർവേകൾ വന്നിട്ടും നിങ്ങൾ അനുവദിച്ചില്ല. UDF ഇത്രയും സീറ്റ് പിടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ല. അപ്പോഴും നിങ്ങൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കഥകളും അതുപോലെ 75 സീറ്റ് പിടിക്കുമെന്നുള്ള കഥകളും ഗോവിന്ദൻ്റെ പിറകെയും ഒക്കെ നടന്ന് നിങ്ങൾ വളരെ വലിയ പരിപാടിയാണ്. അതുപോലെ പിണറായി വിജയന് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് അരുണൊക്കെ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. സ്മൃതി പരുത്തിക്കാടാകട്ടെ, അരുണാകട്ടെ, സുജയ പാർവതി ആകട്ടെ, അപർണ എസ് കുറുപ്പാകട്ടെ, അങ്ങനെ അതുപോലെ ഹാഷിമാകട്ടെ, പിന്നെ ഗോപികൃഷ്ണനാകട്ടെ, വിജയകുമാർ ആകട്ടെ, ഒരു പരിധിവരെ ശ്രീകണ്ഠൻ നായരാകട്ടെ, നിങ്ങൾ ഒരുപാട് ആളുകളെ ഓരോ ചാനലിലും ഞാൻ പേര് പറയുന്നില്ല, ഓരോ ചാനലിലിരുന്ന മാധു സജിയാകട്ടെ, നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും പിണറായി വിജയനെ നിങ്ങൾ വെള്ള പൂശുകയായിരുന്നു. ആ വെള്ള പൂശുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. യഥാർത്ഥ പ്രശ്നങ്ങളോട് നിങ്ങൾ അവതരിപ്പിച്ചിരുന്നുമില്ല. നിങ്ങളിവിടെ ഗ്രൂപ്പിസവും ആര് മുഖ്യമന്ത്രിയാവും, കോൺഗ്രസ് വന്നാലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് യഥാർത്ഥ വിഷയത്തെ നിങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു. കേരളത്തിലെ പൊതുജന സമൂഹം അറിയേണ്ടുന്ന അഴിമതികൾ, സ്വജനപക്ഷപാതങ്ങൾ, കിഫ്ബിയിൽ നടന്ന അഴിമതികൾ, ഓരോ പദ്ധതിയിലും നടന്ന അഴിമതികൾ, ഈ അഴിമതി PM ശ്രീയിൽ നടന്ന അഴിമതി, ഈ ഒരു അഴിമതിയും നിങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ല. നിങ്ങൾ നടത്തിയ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുതരം കിലുക്കാങ്കൂത്ത് പരിപാടിയായിരുന്നു. പക്ഷേ ആ കിലുക്കാങ്കൂത്ത് നടത്തിയ കിലുക്കി നടന്ന നിങ്ങൾക്കെല്ലാവർക്കും മനോഹരമായ ഒരു അടിയാണ് ജനങ്ങൾ തന്നിരിക്കുന്നത്. ജനകീയ കോടതിയാണെന്ന് ഏറ്റവും വലുത്. ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയാണ് തല്ല് തന്നിരിക്കുന്നത്. ഇനിയെങ്കിലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ, മാപ്രകളെ, അതിൽ ജൂനിയേഴ്സിനാണ് പറയുന്നത്, വളരെ സീനിയറായിട്ടുള്ള ആളുകളല്ല. ഉണ്ണി ബാലകൃഷ്ണൻ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 29-ാം തീയതി 6:30 മണിക്ക് സർജിക്കൽ സ്ട്രൈക്ക് ഒരു സാധനം ചെയ്തു ഏഷ്യാനെറ്റിൽ. അവിടെ മമതാ ബാനർജി തൂത്തുവാരുമെന്നും ബംഗാളിൽ BJP തറ തൊടൂല എന്ന് പറഞ്ഞു. 3-2 ഭൂരിപക്ഷത്തിൽ BJP അവിടെ വരുന്നു. എന്താണ് നിങ്ങളിവിടെ വിലയിരുത്തിയത്? നിങ്ങൾ ഓരോ ചാനലിൽ കയറിയിരുന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് അറിയാമെന്നുള്ള, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിങ്ങൾ അടിച്ചു പൊക്കി. ഇതെല്ലാം വളരെ വലിയ എത്ര പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ശിവശങ്കറിൻ്റെ പ്രശ്നങ്ങളുണ്ടായി, സ്വപ്നയുടെ വിഷയങ്ങളുണ്ടായി, അതുപോലെ തന്നെ ശബരിമലയിൽ മോഷണം നടന്നു, ശബരിമലയിലെ സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി വിഷയമുണ്ടായിരുന്നു, ആഗോള അയ്യപ്പ സംഘം നടന്നു,
വയനാട് ദുരന്തം നടന്നു, ഡാം തുറന്നു വിട്ട വിഷയങ്ങൾ നടന്നു, എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായി ഇവിടെ. ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ഉദ്യോഗസ്ഥരെയും IAS മറ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ ചവിട്ടി പുറത്താക്കുകയും അവരെ സർവീസിൽ നിന്ന് കളയുകയും സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടും ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ഈ തോന്നിയവാസം എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടും ക്യാപ്റ്റനോട് ഒരു വാക്ക് ഏതെങ്കിലും മാധ്യമപ്രവർത്തനം ചോദിച്ചോ? റിപ്പോർട്ടർ ചാനലിൽ ഏതോ ഒരാൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ CMA ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല എന്ന് ഒരാൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരാൾ പറഞ്ഞതൊഴിച്ചാൽ ഒരു മാധ്യമപ്രവർത്തകൻ CMനോടും അല്ലെങ്കിൽ ക്യാപ്റ്റനോട് ചോദിച്ചോ താങ്കൾ ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്? പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ സമരം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയല്ല ഞാൻ പറയുന്നത്, ചെറുപ്പക്കാർ സമരം ചെയ്യുമ്പോൾ അതിനെതിരെ അവരെ പാർട്ടിക്കാരെ കൊണ്ട് തല്ലിക്കുമ്പോൾ ഒരുപാട് തോന്നിവാസങ്ങൾ കേരളത്തിൽ നടന്നു. ഈ തോന്നിവാസങ്ങളൊക്കെ നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ഒരുതരം ബാലൻസ് ചെയ്യുന്ന, ന്യൂട്രലൈസ് ചെയ്യുന്ന, അവരും വേണം ഇവരും വേണം. കാരണം പിണറായിയെ പേടിയുണ്ട്, പിണറായിയുടെ പണം വേണം, പിണറായിയെ വ്യക്തിപരമായും പേടിയാണ്. നിങ്ങൾ മതി ഇനിയൊന്നുമില്ല പത്രസമ്മേളനത്തിൽ നിന്ന് പിണറായി പറഞ്ഞാൽ അപ്പോഴെണീറ്റ് പോകുന്ന, ഒരു ചോദ്യം ചോദിക്കാൻ കഴിയാത്ത, മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാത്ത ഒരുതരം അടിമ മാധ്യമ കൂട്ടങ്ങളുടെ മുഖത്തേറ്റ അടിയാണ്. അരുൺകുമാറൊക്കെ ഇന്ന് രാത്രി ഇനി എന്ത് ചെയ്യും? രാജിവെച്ച് വേറെ പണിക്ക് പോകണം മിസ്റ്റർ. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ അതുപോലെ ആൻഡോ അഗസ്റ്റിൻ ഒക്കെ വന്നിരുന്ന എന്തൊരു തള്ളാണ് തള്ളുന്നത്. കേസൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും എന്നാ തള്ളിയത്. എല്ലാ തള്ളുകൾക്കും അവസരം കൊടുത്തുകൊണ്ട് മലയാളി സമൂഹം, മലയാളിയുടെ മനസാക്ഷി കൃത്യമായി പ്രവർത്തിച്ചു. അതിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJPക്കാരും സകലമാന ജനങ്ങളും കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചു. അതിൽ ജാതിയും മതവും വർഗവും ഗോത്രവും ഒന്നുമില്ലാതെ ജനങ്ങൾ ഒന്നാകെ പ്രവർത്തിച്ചു എന്നുള്ളതിന് തെളിവാണ്. ഇപ്പോൾ മുസ്ലിം കൺസോൾട്ടേഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹിന്ദു വോട്ട് പോയത്, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വോട്ട് പോയത്, എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് ഇത്രയും കൂടിയത്, എങ്ങനെയാണ് BJP വോട്ട് കോൺഗ്രസിലേക്ക് പോയത്, കമ്മ്യൂണിസ്റ്റ് വോട്ട് കോൺഗ്രസിലേക്ക് പോയത്? വളരെ കൃത്യമാണ്. ജനങ്ങൾ അവർക്കർഹിക്കുന്ന ഒരു ഭരണം കൊണ്ടുവരണമെന്ന് വളരെ കൃത്യമായി വിചാരിച്ചു. ആശാ വർക്കേഴ്സിൻ്റെ സമരം നടന്നു, അംഗനവാടികളുടെ സമരം നടന്നു, നഴ്സുമാരുടെ സമരം നടന്നു. ഇവിടെ എന്തുമാത്രം സമരങ്ങൾ നടന്നു, എന്തുമാത്രം പരിപാടികൾ നടന്നു. ഒരെണ്ണത്തിലും, ഒരു കാര്യത്തിലും, ഒരു മാധ്യമങ്ങളും അതിനെ കൃത്യമായി പിണറായി വിജയനെതിരെയുള്ള ഒരു ആയുധമാക്കി എടുക്കാതെ, ഭരണകൂടത്തിനെതിരെയുള്ള ആയുധമാക്കി എടുക്കാതെ ഒരുതരം സോപ്പിട്ട് പരിപാടി നടത്തി. ആ സോപ്പിടൽ പരിപാടി നടത്തിയ ചാനൽ പ്രവർത്തകർക്ക് കൂടിയുള്ള, ചാനൽ മാമാപ്പണി ചെയ്തവർക്ക് കൂടിയുള്ള വളരെ കൃത്യമായ ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ചാനലുകളിലിരുന്ന് മറ്റേ കൊണ്ടിയും പിടിച്ചുകൊണ്ട്, കമ്പം പിടിച്ചുകൊണ്ട്, കോലും പിടിച്ചുകൊണ്ട് ഓരോ വാർത്തകളും ബൈറ്റുകളും എടുത്ത് ഭരണകൂടത്തിന് അനുകൂലമായ വലിയ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടിയ എട്ടിൻ്റെ പണിയാണ്. അത് മാധ്യമങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് പ്രവർത്തിക്കുന്നവർ കാശ് വാങ്ങിക്കൊണ്ടും മറ്റ് ഒരുപാട് സൗകര്യങ്ങൾ ഭരണകൂടത്തിൽ നിന്ന് നേടിക്കൊണ്ട്, അവാർഡുകളും കാശുമൊക്കെ വാങ്ങിക്കൊണ്ട് നന്നായിട്ട് മശയടിച്ചു, പഞ്ചാര ഇട്ട് കൊടുത്തു, നന്നായിട്ട് ഉപ്പും പഞ്ചസാര ഇട്ട് സോഡ അടിച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു പിണറായി വിജയൻ. ഇപ്പോൾ അവസാനം ഇതാ സകല ചാനലുകൾക്കും പണി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഇവിടെ പോയി, നിങ്ങൾ പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. ഈ ഗവൺമെൻറ്റിനെതിരെ ആൻറ്റി ഇൻകംബൻസ് എവിടെ? അതുകൊണ്ട് പിണറായി തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ ഡോക്ടർ അരുണേ, നിങ്ങൾ എന്ത് സെഫോളജിസ്റ്റാണ്, എന്ത് സെഫോളജിയാണ് നിങ്ങൾ പഠിച്ചത്? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി കേരളത്തിൽ പിണറായിക്ക് വേണ്ടി ഒരു പിണറായിസ പണി ചെയ്തു. ആ പണി കേരള സമൂഹം പറഞ്ഞു വീട്ടിൽ പോയി ചെയ്താൽ മതി, കടക്കട പുറത്ത് ഓരോറ്റ മാധ്യമപ്രവർത്തകരും ഇനി ഇവിടെ വന്ന് കോലിട്ടടിക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കണമെന്നാണ് കേരള സമൂഹം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പാഠമാകട്ടെ. വിനു വി ജോൺ പറഞ്ഞതുപോലെ വലിയ മീനുകൾ തിളയ്ക്കുന്നത് കണ്ട് കുട്ടി മീനുകൾ, നെത്തോലികൾ തിളയ്ക്കരുത്. കുറേ കുട്ടി റിപ്പോർട്ടർമാരും കുട്ടി ആങ്കർമാരും വന്നിട്ട്, പ്രായം കൊണ്ടല്ല ഞാനീ പറയുന്നത്, അനുഭവ സമ്പത്തുണ്ട്, കുട്ടികളായിട്ടുള്ള കുറച്ച് പേര് വന്നിട്ട് ഇവിടെ കോലുകളി നടത്തുകയാണ്. ആ കോലുകളിക്കുള്ള കൃത്യമായ ഉത്തരമാണ് കേരള സമൂഹം നിങ്ങളുടെ മുഖത്ത് നല്ല ചെപ്പാക്കുറ്റി നോക്കി തന്നിരിക്കുന്നത്.